മന്ത്ലി തീം വന്നിട്ട് ഓഷ്യൻ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ടീച്ചറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ക്ലാസ്സിൽ ഒരു അക്വേറിയം നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് അത് എന്നും എന്താ പറയുക ഭയങ്കര മെമ്മറൈസ് ആയിട്ട് വെക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതൊരു തീം ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമല്ല കേട്ടോ, ദാ ഈ നിൽക്കുന്ന എൻ്റെ അസിസ്റ്റന്റ് ടീച്ചർക്കും കൂടെയാണ്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ആക്ടിവിറ്റി ചൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കലാണ്. എന്നിട്ട് ഞാൻ പറയും എനിക്ക് ഇതുപോലെ നാളെ വരുമ്പോഴേക്കും റെഡിയാക്കി വെക്കണം എന്നുള്ളത്. ക്രിയേറ്റിവിറ്റി മൊത്തം അവളുടെയാണ് കേട്ടോ. പിന്നെ എങ്ങനെ ഞാൻ ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തത്തിൽ എടുക്കുന്നത്? ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ ആക്ടിവിറ്റീസ് ഞാനും അവളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഡെയിലി നമ്മൾ 3 ആക്ടിവിറ്റീസ് ആണ് ചെയ്യാറുള്ളത്. അതിൽ കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ഇതുപോലെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞേൽപ്പിക്കാറാണ്. കാരണം നമുക്ക് ഓൾറെഡി 3:30 വരെയുള്ളൂ ഡ്യൂട്ടി ടൈം. പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് അവൾ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്യാറുള്ളത്. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവൾ എൻ്റെ അടുത്ത് പറയും, മിസ് ഇതെനിക്ക് കഴിയില്ല, ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പൊക്കോ എന്നുള്ളത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ച് ഓവർ ടൈം ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോരാറുള്ളത്. ഇനിതാ പിള്ളേര് ഇതിൽ ഫിഷിംഗ് നടത്തലാണ് കേട്ടോ. അതാണ് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി വന്നിട്ട് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും.